നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ ടാങ്ക് വേധ മിസൈൽ ആക്രമണത്തിൽ ഒരു കേരളീയൻ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലെ തോട്ടത്തിൽ തിങ്കളാഴ്ചയുണ്ടായ ആക്രമണത്തിലാണ് മലയാളിയായ 31കാരൻ പാറ്റ് നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലെബനൻ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാണ് മാക്സ്വെൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. 2 മാസം മുൻപാണ് മാക്സ്വെൽ ഇസ്രായേലിലെത്തിയത്. അവിടെ ഒരു ഫാമിൽ തൊഴിലാളിയായി ജോലി ചെയ്തു വരവെയാണ് മരണം സംഭവിച്ചത്. കൊല്ലപ്പെട്ട മാക്സ്വെലിന് ഭാര്യയും 5 വയസ്സുള്ള മകളുമുണ്ട്. ഭാര്യ 7 മാസം ഗർഭിണിയാണ്. ബുഷ് ജോസഫ്, ജോർജ്, പോൾ, മെൽവിൻ എന്നിവരാണ് ഹിസ്ബുള്ളിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റു 2 മലയാളികൾ. മകൻ്റെ മരണവാർത്ത സ്ഥിരീകരിച്ച് രംഗത്തെത്തിയത് കൊല്ലപ്പെട്ട മാക്സ്വെലിൻ്റെ പിതാവ് പത്രോസ് മാക്സ്വെലാണ്. മരുമകളാണ് തന്നെ വിളിച്ച് മകൻ അപകടത്തിൽപ്പെട്ട വിവരം അറിയിച്ചതെന്ന് പിതാവ് വ്യക്തമാക്കി. കൊല്ലപ്പെട്ട പാറ്റിന് 5 വയസ്സുള്ള ഒരു മകളുണ്ട്. മാത്രമല്ല ഭാര്യ 7 മാസം ഗർഭിണിയുമാണ്. അതേസമയം പാറ്റിന് 2 സഹോദരന്മാരുമുണ്ട്. ഒരാൾ പാറ്റിനൊപ്പം ഇസ്രായേലിലാണ് താമസം, മറ്റൊരാൾ അബുദാബിയിലും താമസിക്കുന്നു. വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലെ ഗലീലി മേഖലയിലെ പൂന്തോട്ടത്തിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് ആക്രമണം നടന്നത്. പരിക്കേറ്റവരിൽ ഒരാളായ ജോർജിന് മിസൈൽ ആക്രമണത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. മിസൈൽ ആക്രമണത്തിൽ പൊള്ളലേറ്റ ജോർജിനെ അടുത്തുള്ള ബെലിൻസൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജോർജിൻ്റെ ശസ്ത്രക്രിയ നടന്നു കഴിഞ്ഞെന്നാണ് വിവരം. ഇയാൾ സുഖം പ്രാപിച്ചു വരികയാണ്. അതേസമയം മെൽവിനെ നിസ്സാര പരിക്കുകളോടെ വടക്കൻ ഇസ്രായേലിലെ സിവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെൽവിൻ ഇടുക്കി സ്വദേശിയാണ്. മലയാളിയായ പാറ്റ് നിബിൻ മാക്സ്വെൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തി. ഈ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് സാധ്യമായ എല്ലാ മികച്ച ചികിത്സയും നൽകുന്നുണ്ടെന്ന് എംബസി അറിയിച്ചു. വടക്കൻ ഗ്രാമമായ ഗലീലിയോയിലെ തോട്ടം പരിപാലിക്കുന്ന സമാധാനക്കാരായ കർഷക തൊഴിലാളികൾക്ക് നേരെ ഷിയ ഭീകര സംഘടനയായ ഹിസ്ബുൾ നടത്തിയ ഭീകരാക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെടുകയും മറ്റു 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വാർത്ത ഞങ്ങളെ ഞെട്ടിക്കുകയും ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേൽകാരനായാലും വിദേശിയായാലും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാ പൗരന്മാരെയും ഇസ്രായേൽ തുല്യമായി പരിഗണിക്കുന്നുവെന്നും ഇസ്രായേലി എംബസി കുറിച്ചു. അതേസമയം ഇസ്രായേലിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയും രംഗത്തെത്തി. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ട സംഭവത്തെ തങ്ങൾ ശക്തമായി അപലപിക്കുന്നു എന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. തങ്ങളുടെ പ്രാർത്ഥനയും അനുശോചനവും അപകടത്തിൽപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിനൊപ്പമുണ്ട്. പരിക്കേറ്റവർക്ക് ഇസ്രായേൽ മെഡിക്കൽ സ്ഥാപനങ്ങൾ മികച്ച ചികിത്സ നൽകുന്നുമുണ്ട്. ലെബനനിലെ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് കരുതുന്നത്. ഒക്ടോബർ 8 മുതൽ ഇസ്രായേലിന് നേരെ തുടർച്ചയായി റോക്കറ്റ്, മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതലാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചത്. അന്ന് 5000-ലധികം റോക്കറ്റുകളാണ് ഹമാസ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. ഇതിന് പിന്നാലെ ഇസ്രായേൽ ഹമാസുമായി യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇതുവരെ 1000കണക്കിന് പേർക്കാണ് ജീവൻ നഷ്ടമായത്.